ഹലോ. അപ്പം ഇന്ന് വീഡിയോയിൽ മൊത്തം ഒരു ചക്കമയമായിരിക്കും കേട്ടോ. ഈ വർഷത്തെ ഫസ്റ്റ് ചക്ക കിട്ടിയതിൻ്റെ ഒരു ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ എൻ്റെ കിട്ടിയൻ്റെ അമ്മായി തന്നതാണ് കേട്ടോ ചക്ക. ഒരു പീസ്, ഒരു കുഞ്ഞു കഷ്ണം. കാരണം നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ, അത്രേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞി കഷ്ണം ചക്ക നമ്മൾ വാങ്ങി അത് നന്നാക്കി ഞങ്ങളവിടെ കഥയൊക്കെ പറഞ്ഞ്, ആളാണ് വീഡിയോ എടുത്ത് തരുന്നത്, കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ചക്കയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ. എനിക്ക് മുറ്റത്തിരുന്ന് മീൻ മുറിക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ആൾ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വേഗം പണിയാവുമല്ലോ. അപ്പം അങ്ങനെ ഇതാ ചക്കയൊക്കെ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിൽ കുക്കറിൽ അടുപ്പിച്ച് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. എനിക്ക് ചക്കയൊക്കെ അങ്ങനെ ഇഷ്ടമാണോ വെച്ചാൽ അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഇതേപോലെയൊക്കെ ഇങ്ങനെ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ ഓൾറെഡി വെച്ചതുകൊണ്ട് അപ്പോൾ ചക്കയൊക്കെ വേഗം റെഡിയാക്കാം. വൈകുന്നേരം ചായക്ക് ചക്ക ആക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴഞ്ചക്കയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഇതിന് പറയാം. അപ്പോൾ അങ്ങനത്തെ ചക്കയാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി തേങ്ങയൊക്കെ അരച്ച്, തേങ്ങയും പച്ചമുളകും കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പക്ഷെ നമുക്ക് കാന്താരി മുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് ജീരകവും ചെറിയ ജീരകമൊക്കെ ഇട്ട് അരച്ച് തേങ്ങ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഞാൻ ചക്ക ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി ഇളക്കുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വേദന. കാരണം ചക്ക ഇങ്ങനെ ടൈറ്റായിട്ട് ഇതിൽ കുറേ വെള്ളം വേണോ ഒന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചക്ക അങ്ങനെ കുറേ ആയി വെച്ചിട്ട്, ഉമ്മച്ചിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ വെക്കുക എന്നല്ലാതെ ഞാൻ ഒറ്റക്കൊന്നും ഇതുവരെ ചക്ക നന്നാക്കി അരിഞ്ഞ് അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചക്ക നന്നാക്കിയെടുത്ത് വെക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ്, എൻ്റെ ഉമ്മച്ചീൻ്റെ അടുത്ത് നിന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കുമ്പോൾ എനിക്ക് കൈവേദന എടുത്തിട്ട് ബാക്കിയൊക്കെ അനുവാണ് കേട്ടോ ഇളക്കി റെഡിയാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ലൂസ് വേണോ അല്ലെങ്കിൽ ടൈറ്റ് വേണോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് കിട്ടിയത് ഇത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ വറവിടാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് വറവിടാൻ എല്ലാവരും എങ്ങനെ വറവിടാം അതേപോലെ തന്നെ നോർമൽ രീതിയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെയും ഞാൻ ഇളക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കൈ വേദന എടുക്കുക. എനിക്ക് ഈ കൈയിൻ്റെ ഇവിടം കൊണ്ട് വലിയ വണ്ണം ഇല്ലാത്തത് കൊണ്ട് പിടിച്ചിട്ട് അങ്ങോട്ട് ഇളക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തടി മാത്രമേ ഉള്ളൂ കേട്ടോ, ആരോഗ്യം കുറവാണേ, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെയും ഞാൻ ഇളക്കിയിട്ട് പിന്നെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അനുവിനെ കൊണ്ട് ഇളക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളാവുമ്പോൾ നല്ല കൂളായിട്ട് എല്ലാം റെഡിയാക്കി സെറ്റാക്കി തന്ന്. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു മഴക്കോളൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ചക്കയും കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാനൊരു പൂതി തോന്നുക. പക്ഷെ എന്താ പറയുക, മഴ വന്ന വഴിക്ക് എവിടെയോ പോയി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നമ്മൾ ഇത് കഴിക്കാനിരിക്കുന്നത്. അങ്ങനെ അതാ ചക്കയൊക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് ഞാൻ എന്തായാലും ഇതിനെ കണക്കാക്കിയിട്ട് തന്നെ കുടംപുളി ഇട്ട് നല്ല മീൻകറിയൊക്കെ വെച്ചിരുന്നു. അതും കൂട്ടി കഴിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ചായ വെച്ചില്ല കേട്ടോ. ചൂടിന് ചായ വേണ്ട എന്ന് വിചാരിച്ച് ചായ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല മീൻകറിയും നല്ല ചക്കയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ എന്താക്കാം, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാവരും ഒരു 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 പ്രാവശ്യമെങ്കിലും ചക്കയൊക്കെ ഈ വർഷത്തെ ചക്കയൊക്കെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.